അമേരിക്കയിലെ ഒരു കുടുംബത്തിലെ രണ്ട് സഹോദരന്മാരായിരുന്നു വിൽബർ റൈറ്റും ഓർവിലെ റൈറ്റും. രണ്ടുപേരും പഠനകാര്യങ്ങളിൽ വളരെ പിന്നോട്ട് നിൽക്കുന്ന ആളുകളായിരുന്നു. എന്നിരുന്നാലും അവർ രണ്ടുപേരും ചുറ്റുപാടുകളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 1878 ഓർവിലെ റൈറ്റിനെ സ്കൂൾ നിയമങ്ങൾ ലംഘിച്ചതിന് സ്കൂൾ അധികൃതർ പുറത്താക്കുന്നത്. വളരെ വൈകാതെ തന്നെ എൽബർ റൈറ്റും പഠിത്തം നിർത്തുകയാണ്. എൽബർ പഠിത്തം നിർത്തുവാനുള്ള കാരണമെന്നത് അവൻ ഹോക്കി കളിക്കുന്നതിനിടെ പരിക്കുകൾ ഉണ്ടാവുകയും പിന്നീട് അത് അവൻ്റെ വിദ്യാഭ്യാസത്തെ സാരമായി ബാധിക്കുകയും ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഇരിക്കെയാണ് അവരുടെ അച്ഛൻ അവർക്കൊരു ചെറിയ കളിപ്പാട്ടം ഗിഫ്റ്റ് നൽകുന്നത്. അതവർ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു. കൂടാതെ അതിൽ മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്തെന്നാൽ അതിന് പക്ഷികളെ പോലെ പറക്കാൻ സാധിക്കും. അന്ന് അവർക്കറിയുമായിരുന്നില്ല ആ കളിപ്പാട്ടത്തിന് തങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്നുള്ളത്. വർഷങ്ങൾക്ക് ശേഷം ഇവർ രണ്ടുപേരും കൂടി ഒരു പ്രിന്റിംഗ് പ്രസ് കമ്പനി തുടങ്ങുകയാണ്. കൂടാതെ അതിൽ തന്നെ വെസ്റ്റ് സൈഡ് ന്യൂസ് എന്നൊരു ആഴ്ച പതിപ്പും അവർ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇവർ 10 വർഷത്തോളം ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും അതിൽ അവർക്ക് ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സൈക്കിളുകൾ അന്ന് കാലത്ത് വിപണിയിൽ വരുന്നത്. കൂടാതെ ഇവർക്ക് യന്ത്രങ്ങളോടൊക്കെ വലിയ താല്പര്യം തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഒട്ടും വൈകാതെ തന്നെ അവർ സൈക്കിൾ ബിസിനസ് തുടങ്ങുകയാണ്. അതിൽ നിന്നും ആ കാലത്ത് അന്യായമായിട്ടുള്ള ലാഭം തന്നെയായിരുന്നു അവർ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് മനുഷ്യനെ പറക്കുവാൻ വേണ്ടി ലിലിയന്താൽ എന്നൊരു എഞ്ചിനീയർ ഗ്ലൈഡർ എന്നൊരു വസ്തു ഉണ്ടാക്കിയതായിട്ട് പത്രങ്ങളിൽ വരുന്നത്. ആ വാർത്ത റൈറ്റ് സഹോദരന്മാരിൽ വളരെയധികം കൗതുകമുണർത്തുന്ന ഒന്നായിരുന്നു. അവർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അധികം വൈകാതെ തന്നെ ലിലിയന്താൽ എന്ന ആ എഞ്ചിനീയർ ആ ഗ്ലൈഡറിലെ ചില മിസ്റ്റേക്കുകൾ കാരണം പറക്കുന്നതിനിടയിൽ ഒരു ആക്സിഡന്റിൽ പെട്ട് മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം മനുഷ്യൻ ഇനി വായുവിൽ പറക്കാൻ സാധിക്കില്ല എന്ന് വരെ ആളുകൾ പറഞ്ഞു തുടങ്ങുകയാണ്. ഈ സംഭവത്തിന് ശേഷം വിൽബറും ഓർവിലെയും നിരാശരാവുകയാണ്. പിന്നീട് അവർ ചെയ്യുന്ന സൈക്കിൾ ബിസിനസ്സിൽ പോലും അവർക്ക് കാലക്രമേണ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു തുടങ്ങുകയാണ്. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിൽബർ ഓർവിലിനോട് ഇങ്ങനെ പറയുകയാണ്, നമുക്ക് ആ ഗ്ലൈഡർ നമ്മുടെ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാലോ. അന്ന് മുതൽ അവർ പുതിയൊരു സംരംഭം തുടങ്ങുകയാണ്. ഇത് വിജയിച്ചാൽ അത് മനുഷ്യരാശിയുടെ തന്നെ വിജയമായിരിക്കും. അവർ ഗ്ലൈഡറിൻ്റെ ഒരുപാട് മോഡലുകൾ ഉണ്ടാക്കുകയും ചില ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും എയറോനോട്ടിക്സിൻ്റെ പതിപ്പുകളും ബുക്കുകളും വരെ അവർ പഠിക്കാൻ തുടങ്ങുകയാണ്. അവർ ഇന്നേ വരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയതും എന്നാൽ ആളുകളിൽ കൗതുകമുണർത്തുന്ന ഒന്നായിരുന്നു അത്. അവരുടെ പിതാവ് പോലും അവർ ഇത്രയ്ക്ക് നന്നായി പഠിക്കുന്നത് ജീവിതത്തിൽ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനിടയിൽ വെച്ചാണ് അവർ ഒരു ഘട്ടത്തിൽ നിലച്ചു പോകുന്നത്. അവർക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് പറക്കുമ്പോൾ ഗ്ലൈഡറിൻ്റെ ദിശ മാറ്റേണ്ടത് എന്ന്. എന്നാൽ അവർ അവിടെ തളർന്നില്ല. പക്ഷികൾ എങ്ങനെയാണോ തൻ്റെ ചിറകുകളുടെ ദിശ മാറ്റുന്നത് എന്ന് അറിയാൻ വേണ്ടി ദിവസങ്ങളോളം അവർ പ്രാവുകളെ നിരീക്ഷിക്കാൻ തുടങ്ങുകയാണ്. ആളുകൾ എല്ലാവരും ഇവരെ അത്ഭുതത്തോടെയായിരുന്നു നോക്കിക്കണ്ടത്. വർഷങ്ങൾ നീണ്ട ആ പഠനത്തിനൊടുവിൽ ഒരു ഗ്ലൈഡർ അവർ നിർമ്മിച്ചു. മരവും ലോഹങ്ങളും കൊണ്ടായിരുന്നു അതിൻ്റെ നിർമ്മാണം. ഓർവിലായിരുന്നു ആദ്യമായി ആ ഗ്ലൈഡറിൽ കയറിയിരുന്നത്. അദ്ദേഹത്തിന് നല്ല ഭയം തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും വർഷങ്ങളുടെ കഠിനാധ്വാനം ഫലം കണ്ടതിൽ അവർക്കുള്ളിലെ സന്തോഷം എന്നത് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഒട്ടും വൈകാതെ തന്നെ അദ്ദേഹം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അത് സംഭവിച്ചു. തൻ്റെ വിമാനത്തിൽ ആകാശത്തിലേക്ക് ആ മനുഷ്യൻ പറന്നുയർന്നു. മനുഷ്യരാശിയെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ആ കണ്ടുപിടുത്തം ഫലം കണ്ടു. അന്നു മുതലാണ് ഇന്ന് നമ്മൾ ദിനംപ്രതി ആകാശത്തിൽ കാണുന്ന വിമാനങ്ങൾ പിറവിയെടുത്തത്.